കടമുറിയിൽ ഒരു താലൂക്ക് ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ. കേൾക്കുമ്പോൾ അതിശയം തോന്നുമെങ്കിലും 11 വർഷമായി മഞ്ചേശ്വരം താലൂക്ക് ഓഫീസിന്റെ പ്രവർത്തനം ഉപ്പളയിലെ കടമുറികളിലാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും ഭിന്നശേഷി സൗഹൃദമല്ലാത്തതും ഓഫീസിന്റെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്നുണ്ട്. സ്വന്തമായൊരു കെട്ടിടമെന്ന ആവശ്യം പുതുവർഷത്തിലെങ്കിലും ഫലം കാണുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ജീവനക്കാർ. കേരളത്തിൻ്റെ അതിർത്തി മേഖലയാണ് മഞ്ചേശ്വരം. ഇവിടുത്തുകാരുടെ ഒരുപാട് കാലത്തെ ആവശ്യത്തിന് ശേഷമാണ് മഞ്ചേശ്വരം താലൂക്ക് രൂപീകൃതമായത്. പക്ഷേ താലൂക്ക് രൂപീകരിച്ച് 11 വർഷമായിട്ടും മഞ്ചേശ്വരം താലൂക്ക് ഓഫീസിന് സ്വന്തമായൊരു കെട്ടിടമില്ല. ഉപ്പള ബസ് സ്റ്റാൻഡിന് നേരെ എതിർവശത്തുള്ള വാടക കെട്ടിടത്തിലാണ് താലൂക്ക് ഓഫീസിൻ്റെ നിലവിലെ പ്രവർത്തനം. മാർച്ച് 20 മഞ്ചേശ്വരം താലൂക്ക് ഓഫീസ് രൂപീകൃതമായത്. 8 പഞ്ചായത്തുകൾ ഉൾപ്പെട്ട കന്നഡ ഭൂരിപക്ഷ മേഖലയായ മഞ്ചേശ്വരം താലൂക്കിൽ വർക്കാടി, മീഞ്ച, പൈവളികെ, പുത്തികെ, എൻമകജെ എന്നിവ മലയോര പഞ്ചായത്തുകളാണ്. താലൂക്ക് രൂപീകൃതമായി 11 വർഷം പിന്നിട്ടിട്ടും താലൂക്ക് ഓഫീസിന് സ്വന്തമായൊരു കെട്ടിടമെന്ന സ്വപ്നം ഇന്നും ബാക്കി. നിലവിൽ ഉപ്പള ബസ് സ്റ്റാൻഡിന് എതിർവശത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൽ 3ാം നിലയിലാണ് കടമുറികളിൽ പ്രവർത്തിക്കുന്ന മഞ്ചേശ്വരം താലൂക്ക് ഓഫീസ്. സെറ്റിൽമെന്റ് കാലഘട്ടം മുതലുള്ള ഭൂമി സംബന്ധമായ രേഖകളും 1950 ശേഷമുള്ള പട്ടയരേഖകളുമൊക്കെ സൂക്ഷിക്കുന്നത് കടമുറികൾ ചേർത്തുകൊണ്ടുള്ള ഈ വാടക കെട്ടിടത്തിലാണ്. അതുമാത്രമല്ല, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന താലൂക്ക് കൺട്രോൾ റൂമും ഇവിടെയാണ്. പക്ഷേ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനോ മറ്റ് സുരക്ഷാ സംവിധാനമോ ഈ താലൂക്ക് ഓഫീസിലില്ല. 65 ജീവനക്കാർ താലൂക്ക് ഓഫീസിലും 90 ജീവനക്കാർ വിവിധ വില്ലേജുകളിലുമായി ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ജീവനക്കാർക്കോ താലൂക്ക് ഓഫീസിനെ ആശ്രയിക്കുന്ന പൊതുജനങ്ങൾക്കോ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇവിടെയില്ല. 70 ജീവനക്കാർ പ്രതിദിനം ജോലി ചെയ്യുന്ന ഓഫീസാണ് മഞ്ചേശ്വരം താലൂക്ക് ഓഫീസ്. നിരവധി ആളുകൾ പല ആവശ്യങ്ങൾക്കുമായി ഈ താലൂക്ക് ഓഫീസിനെ ആശ്രയിക്കുന്നുണ്ട്. 70 ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കുമായി ആകെയുള്ളത് ഈ ഒരു ബാത്റൂം മാത്രമാണ്. 85,000 രൂപയാണ് ഈ കെട്ടിടത്തിന് സംസ്ഥാന സർക്കാർ പ്രതിമാസം നൽകുന്ന വാടക. ഒരടിസ്ഥാന സൗകര്യവുമില്ലാതെ ഈ ജീവനക്കാർ എങ്ങനെയാണ് ഈ ഓഫീസിൽ ജോലി ചെയ്യുന്നത്? എൻഡോസൾഫാൻ ബാധിതരുള്ള ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന വ്യക്തിത്വങ്ങളാണുള്ളത്. തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു താലൂക്ക് കേന്ദ്രം ഇത് 3ാം പടിയിലാണ് ഉപ്പളയിലുള്ള ബിൽഡിങ്ങിൽ, സ്വകാര്യ ബിൽഡിങ്ങിലുള്ളത്. അവിടെ ജനങ്ങൾക്ക് പോകാനും അവരെ ബന്ധപ്പെട്ട അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ അതിനുവേണ്ടി അനുബന്ധമായ ഒരു സൗകര്യമില്ല, ബാത്റൂമില്ല. ആ പോകുന്ന വഴിയും കൂടെ ജനങ്ങൾക്ക് യോഗ്യമല്ലാത്തൊരു രീതിയാണ്. തഹസിൽദാർമാർക്ക് പ്രത്യേക ഇടമില്ലെന്നതും ഡെപ്യൂട്ടി തഹസിൽദാറിന് വാഹനമില്ലെന്നതും മഞ്ചേശ്വരം താലൂക്ക് ഓഫീസിലെ മാത്രം പ്രത്യേകതയാണ്. ഓഫീസ് ആവശ്യങ്ങൾക്കായി ഇന്റർനെറ്റ് സൗകര്യവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല. മഴക്കാലമായാൽ കടമുറികൾ ചോർന്നൊലിക്കുമോ എന്നതാണ് ജീവനക്കാരുടെ ആശങ്ക. ഞാൻ നിൽക്കുന്ന ഈ കെട്ടിടത്തിന് താഴെയാണ് മഞ്ചേശ്വരം താലൂക്ക് ഓഫീസ് പ്രവർത്തിക്കുന്നത്. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന മേൽക്കൂരയാണ് മഞ്ചേശ്വരം താലൂക്ക് ഓഫീസിന്. അതുകൊണ്ടാണ് ഈ മേൽക്കൂരയിലൂടെ വെള്ളം കിനിഞ്ഞിറങ്ങി ഓഫീസ് ഫയലുകൾ നശിക്കാതിരിക്കാൻ ഈ കവറൊക്കെ മുകളിൽ കെട്ടിയിരിക്കുന്നത്. ഇത് ഈ വടക്ക് മലബാറിനോട് സർക്കാർ കാണിച്ചു പോകുന്ന ഒരു പ്രത്യേകിച്ച് കാസർഗോഡ് മേഖലയോട് കാണിച്ചു പോകുന്ന ഒരു അവഗണന അവിടെ നിലനിൽക്കുന്നുണ്ട്. സ്ഥിരമായി അവിടെ സ്റ്റാഫില്ല എന്ന ഏറ്റവും വലിയ ദുഃഖകരമായൊരു സംഗതിയുണ്ട്. സ്റ്റാഫുകൾ വന്നാൽ പോലും അവർക്ക് പ്രവർത്തിക്കാനുള്ള താല്പര്യമില്ല. സൗകര്യമില്ലാത്തതിൻ്റെ പേരിൽ നാട്ടുകാരായ സ്റ്റാഫുകൾക്ക് പോലും പ്രവർത്തിക്കാൻ കഴിയാതെ അതിന് താല്പര്യമില്ലാത്തൊരവസ്ഥ നിലവിലുണ്ട്. അത് ഏറ്റവും പ്രയാസം തന്നെയാണ്. ഹൊസങ്കടിയിൽ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള 2 ഏക്കർ ഭൂമിയിൽ മഞ്ചേശ്വരം താലൂക്ക് ഓഫീസിന് കെട്ടിടം നിർമ്മിക്കാനായി പ്രപ്പോസൽ നൽകിയിട്ടുണ്ട്. പ്രപ്പോസലുകൾ ചുവപ്പുനാടകളിൽ കുരുങ്ങിയതിനാൽ എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലയായ
എൻമകജെ പഞ്ചായത്തിൽ നിന്നുള്ള ഭിന്നശേഷിക്കാർ പോലും കെട്ടിടത്തിലെ 41 പടികൾ കയറി വേണം താലൂക്ക് ഓഫീസിലെത്താൻ. മലയോര പഞ്ചായത്തുകളും എൻഡോസൾഫാൻ മേഖലയും ഒക്കെ ഉൾപ്പെടുന്നതാണ് മഞ്ചേശ്വരം താലൂക്ക് ഓഫീസ്. നിരവധി ഭിന്നശേഷിക്കാർ ദിനംപ്രതി വരുന്ന പ്രദേശം. ഇവർക്കൊക്കെ താലൂക്ക് ഓഫീസിലേക്ക് എത്തണമെങ്കിൽ 41 പടികൾ കയറണം. ഈ ദുരിതം എന്ന് തീരുമെന്നാണ് ഉദ്യോഗസ്ഥരും ജനങ്ങളും ഒരുപോലെ ചോദിക്കുന്നത്. വിനോദ് മേലിലേക്കൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. റവന്യൂ വകുപ്പ് അധികൃതരും സർക്കാരും ഇക്കാര്യത്തിൽ അശ്രദ്ധ, അവഗണന ഇതൊന്നും പാടില്ല. കാരണം മഞ്ചേശ്വരം അവിടെ നിരവധി ജീവനക്കാരും അതോടൊപ്പം അതിലേറെ നാട്ടുകാരുമൊക്കെ വലിയ പ്രതിസന്ധിയിലാണ്. ഇങ്ങനെ ഭിന്നശേഷി സൗഹൃദമല്ലാത്ത തരത്തിൽ 4-ാം നിലയിൽ ഒരു ഓഫീസ് പ്രവർത്തിക്കുക എന്നത്, 4 നില കയറി ഇറങ്ങുക എന്നത് ജനങ്ങളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. സർക്കാർ നിർമ്മിതികളൊക്കെ ഭിന്നശേഷി സൗഹൃദമാവുകയും റാമ്പുകൾ ഇവിടെയൊക്കെ സ്ഥാപിക്കുകയും ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആ കാര്യത്തിലൊക്കെ റവന്യൂ വകുപ്പും സർക്കാരും ഏതായാലും അടിയന്തര നടപടി സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.